നമസ്കാരം. ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നിരവധി ചോദ്യോത്തരങ്ങൾ പരീക്ഷയിൽ കണ്ടുവരുന്ന ഒരു പോർഷനാണ്. സിമ്പിളായിട്ടുള്ള ചോദ്യോത്തരങ്ങളാണെങ്കിൽ കൂടെ വളരെയധികം കൺഫ്യൂഷൻ ആവുന്ന തരത്തിലാവും അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാവുക. പരസ്പരം തെറ്റിപ്പോകാൻ സാധ്യതയുള്ള നിരവധി ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് പരീക്ഷയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവാം. അപ്പോൾ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. ഇത് നമ്മൾ പാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നോട്ട്സുകൾ എടുത്തിരിക്കുന്നത്. പാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ 11th ചാപ്റ്ററാണ് വരുന്നത്. ആ ചാപ്റ്ററിനകത്ത് നിന്നാണ് നമ്മൾ പേജ് നമ്പർ 723 പേജ് നമ്പർ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് അതിനകത്ത് ഡെഫിനിഷൻസ് ഒരുപാട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓർത്ത് വെക്കാനുള്ള ഡെഫിനിഷൻ എന്താണെങ്കിൽ, ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ദി സയൻസ് ഓഫ് ഫുഡ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു ഹെൽത്ത്. എന്താണ് ഫുഡിൻ്റെ സയൻസും ആ ഫുഡ് എങ്ങനെയാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്, അതിനെക്കുറിച്ചിട്ടുള്ള സയൻസാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആരോഗ്യം എങ്ങനെയാണ്, എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെയാണ് നമ്മുടെ ആരോഗ്യം ഡിപ്പെൻഡ് ചെയ്യുന്നത്. നല്ല ഭക്ഷണം കഴിച്ചാൽ, നല്ല പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം, മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തൊക്കെ തരത്തിലുള്ള ഫുഡാണ് നമുക്ക് ആരോഗ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആവശ്യമുള്ളത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന ഭാഗത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കി പോകുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യോത്തരങ്ങൾ വരുന്നത് ആ ഭാഗത്തെ മാത്രമായിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം ഡെഫിനേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സയൻസ് ഓഫ് ഫുഡ്. ഈ ഭക്ഷണത്തെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ, നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം നമ്മുടെ ആരോഗ്യമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ന്യൂട്രീഷൻ. ഇറ്റ് സയൻസ് ഓഫ് ഫുഡ് ആൻഡ് റിലേഷൻഷിപ്പ് ടു ഹെൽത്ത്. ആരോഗ്യമായി എങ്ങനെയാണത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ 2 ടൈപ്പിലുണ്ട്. മാൾ ന്യൂട്രീഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓവർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ, ഡെവലപ്മെൻറ്റ് കൺട്രീസിൽ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ആയിട്ടുണ്ട്. മാൾ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പോഷകക്കുറവ്, ആഹാരത്തിൽ പോഷകങ്ങളുടെ കുറവ് മാൾ ന്യൂട്രീഷൻ പറയും. ഓവർ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ അത് ഈ പോഷകങ്ങൾ കൂടുതലായാലും ആരോഗ്യകരമായി വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നത് ഓവർ ന്യൂട്രീഷൻ പറയുമ്പോൾ എന്താണ്, ഒബേസിറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ഒബേസിറ്റി പറഞ്ഞാൽ എന്താണ്, കുടവേറ അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത. ഓവർ വെയിറ്റിൻ്റെയും നെക്സ്റ്റ് ലെവലാണ് ഒബേസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമുക്ക് ആദ്യമേ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട, ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ നമ്മളതിനകത്ത് നമ്മൾ പഠിച്ചാലേ ഭക്ഷണവും ആരോഗ്യവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഫുഡിനെ കുറിച്ച് എന്തൊക്കെ ടൈപ്പ് ഫുഡാണ് ഉള്ളത്, അത് എങ്ങനെയൊക്കെയാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കാം. എന്താണ് ഈ ഫുഡ്, എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ഫുഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഓക്കെ, അത് 2 ടൈപ്പ് ഉണ്ട്. നമ്മൾക്ക് സോളിഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ട്, ലിക്വിഡ് ആയിട്ടുള്ള, സെമി സോളിഡ് ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ട്. ആ ഫുഡിൻ്റെ കാറ്റഗറിയാണ്, അതിൻ്റെ ആ ഘടനയാണ് പറഞ്ഞത്. സോളിഡ് ആയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ സെമി സോളിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാനീയങ്ങളുണ്ട്, ലിക്വിഡ്സ് ആയിട്ടുള്ള ഫുഡുകളുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ് നോക്കാം. ഫുഡിനെ എങ്ങനെയാണ് തരം തിരിച്ചിരിക്കുന്നത് എങ്ങനെ നോക്കാം. ഏതൊക്കെ വിധത്തിലാണ് തരം തിരിച്ചിരിക്കുന്നത്? ഫസ്റ്റ് തരം തിരിച്ചിരിക്കുന്നത് അതിൻ്റെ ഒറിജിൻ, അതിൻ്റെ എവിടെ നിന്നാണ് അത് ലഭ്യമാവുന്നത്, അതിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. അത് ഒന്ന് അനിമൽ ഒറിജിനിലുണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾ ഒറിജിനിലുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്യാഹാരവും മാംസാഹാരവും. അനിമൽ ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാംസാഹാരവും, വെജിറ്റബിൾ ഒറിജിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്യാഹാരവും. ഈ 2 ടൈപ്പിലാണ് അതിൻ്റെ ഒറിജിൻ അതിൻ്റെ നമുക്ക് ലഭ്യമാവുന്ന ഒറിജിൻ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ 2 ടൈപ്പാണ്. ഒന്ന് വെജിറ്റബിൾ, മറ്റൊന്ന് അനിമൽ ഒറിജിൻ, 2 തരത്തിലുള്ള. ഇനി അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ വഴി എങ്ങനെയാണ് ഫുഡിനെ തരംതിരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. കെമിക്കൽ കോമ്പോസിഷൻ പറഞ്ഞാൽ എന്താണ്, ആ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് അത് എന്തൊക്കെ തരത്തിലാണ്, ഏതൊക്കെ ടൈപ്പാണെന്ന് നോക്കാം. ഓക്കെ, അതിന് നമുക്ക് ആദ്യം നോക്കാനുള്ളത് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. ഞാൻ ഷോർട്ടായിട്ടാണ് പറയുന്നത്, സംശയങ്ങളുള്ള സമയത്ത് തന്നെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടുത്ത് ചോദിക്കണം. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന ആ ഗണത്തിൽ വരുന്നതാണ് പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ, അപ്പം ഇതെല്ലാം ഈ കെമിക്കൽ കോമ്പോസിഷൻ വഴിയുള്ള അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്
ഈ പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സും എല്ലാം വരുന്നത്. വിറ്റാമിൻസ് വരുന്നുണ്ട്, മിനറൽസ് വരുന്നുണ്ട്, വാട്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിന് നമുക്ക് 2 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഒന്ന് മാക്രോ ന്യൂട്രിയൻസ്, പ്രോട്ടീൻ വരുന്നുണ്ട്, ഫാറ്റ് വരുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് വരുന്നുണ്ട്. അടുത്തത് വരുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ഫസ്റ്റ് വരുന്നത് മാക്രോ ന്യൂട്രിയൻസും അടുത്ത് വരുന്നത് മൈക്രോ ന്യൂട്രിയൻസ്. ഈ മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്നതാണ് വിറ്റാമിൻസും മിനറൽസും പിന്നെ വാട്ടറും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഈ കെമിക്കൽ കോമ്പോസിഷനിൽ വന്നിരിക്കുന്ന ഈ പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ തന്നെ വിറ്റാമിൻസ്, മിനറൽസ്, ഈ 5 വിഭാഗമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ന്യൂട്രീഷൻ എന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഇതിന് നമുക്ക് എന്തായി, ആദ്യം നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒറിജിൻ എന്താണെന്ന് പഠിച്ചു, അനിമൽ ഒറിജിനും വെജിറ്റബിൾ ഒറിജിനും. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കെമിക്കൽ കോമ്പോസിഷൻ, അതിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസിൻ്റെ കോമ്പോസിഷൻ വഴി അതെന്തൊക്കെയാണെന്ന് പഠിച്ചു. മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇനി അടുത്തത് വരുന്നത് അതിൻ്റെ ഫങ്ഷൻ, അത് ചെയ്യുന്ന ഫങ്ഷൻ അനുസരിച്ച് അതിനെ തരംതിരിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ബൈ ഫങ്ഷൻ എന്തൊക്കെയാണ്? ബോഡി ബിൽഡിംഗ്, നമ്മുടെ ശരീരത്തിനെ ബിൽഡ് ചെയ്യാനുള്ള ടൈപ്പ് ഫുഡുകളുണ്ട്. ബോഡി ബിൽഡിംഗ് ഫുഡുകളുണ്ട്, ഇല്ലേ? ബോഡി ബിൽഡിംഗ് ഫുഡുകളുണ്ട്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് മിൽക്ക്, മീറ്റ്, ഫിഷ്, എഗ്ഗ്, പൾസസ്, ഇതെല്ലാം ബോഡി ബിൽഡിംഗ് ഫുഡുകളാണ്. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എനർജി ഗിവിങ്, നമുക്ക് വേണ്ടുന്ന എനർജി തരുന്ന, ഊർജം തരുന്ന ഭക്ഷണങ്ങളാണ് എനർജി ഗിവിങ് ഫുഡ്സ് എന്ന് പറയുന്നത്. അത് സെറൽസ് ഉണ്ട്, ഷുഗർ, റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. ഈ എനർജി ഗിവിങ് ഫുഡ്, ഇത്തരം ഫുഡുകളിൽ നിന്നാണ് നമുക്ക് എനർജി ലഭിക്കുന്നത്. അടുത്തത് വരുന്നത് പ്രൊട്ടക്റ്റീവ് ഫുഡാണ്. നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുഡുകളാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറയുന്നത്. ഈ പ്രൊട്ടക്റ്റീവ് ഫുഡ് നമുക്ക് ഉദാഹരണം ഫ്രൂട്ട്സ് ഉണ്ട്, മിൽക്ക് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ബൈ ഫങ്ഷനും കൂടെ നമ്മൾ പഠിച്ചു. ക്ലാസിഫിക്കേഷൻ ഫുഡിനെ തരംതിരിച്ചിരിക്കുന്ന അതിൻ്റെ ധർമ്മം അനുസരിച്ചുള്ള തരംതിരിവാണ് ഈ 3 ബോഡി ബിൽഡിങ്, എനർജി ഗീവിങ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്. ഓക്കെ, ഇനി അടുത്തത് പിന്നെയും ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഓരോ ഐറ്റംസിനെയും അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം സെറൽസ് ആൻഡ് മില്ലറ്റ്സ്, പൾസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, അതുപോലെ തന്നെ ഫാറ്റ് ആൻഡ് ഓയിൽസ്, അങ്ങനെയൊക്കെ അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ അനുസരിച്ചും തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചേർക്കേണ്ടതില്ല, അതുകൊണ്ടാണ് അത് ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വന്നിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബൈ ഒറിജിൻ, അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ബൈ കെമിക്കൽ കോമ്പോസിഷൻ, അതിൻ്റെ അടുത്ത് വന്നത് ക്ലാസിഫിക്കേഷൻ ബൈ ഫങ്ഷൻസ്. ഈ 3 ക്ലാസിഫിക്കേഷനാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ന്യൂട്രിയൻസ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ലഭ്യമാവുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പം ന്യൂട്രിയൻസ് നമുക്ക് ഏതൊക്കെ ടൈപ്പാണ്, എങ്ങനെയാണ് ലഭിക്കുന്നത്? എനർജി ഈൽഡിങ് ഫുഡ് ഏതൊക്കെ ഫുഡാണ് എനർജി ഈൽഡിങ് ഫുഡ്? നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, 2 ടൈപ്പാണ് നമുക്ക് ഊർജ്ജം തരുന്നത്. എനർജി ഈൽഡിങ് ഫുഡായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ്, ഏതൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് ലഭ്യമാവുന്ന ഭക്ഷണങ്ങൾ അതിൻ്റെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. സെറൽസ്, ഗ്രെയിൻസ്, റൂട്ട്സ്, ട്യൂബേഴ്സ്, ഹണി, മാൾട്ട്, ഷുഗർ കെയിൻ, മീറ്റ് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ സം സീ ഫുഡ്സ്, കടലിൽ നിന്ന് ലഭിക്കുന്ന ഫുഡുകളും നമുക്ക് കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിലേക്ക് വരുന്നതാണ്. ഇനി എനർജി ഈൽഡിങ്ങിൽ അടുത്ത് വരുന്നത് ഫാറ്റ്സ് ആണ്. ഏതൊക്കെ ടൈപ്പാണ് ഉള്ളത്? ഒന്ന് വെജിറ്റബിൾ ഓയിൽ വഴി നമുക്ക് ഫാറ്റ് ലഭിക്കുന്നുണ്ട്, വനസ്പതി അതിൻ്റെ ഉദാഹരണമാണ്. ഇനി അടുത്തത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ്, പാലും പാലുത്പന്നങ്ങളും ഫാറ്റ് ലഭ്യമാകുന്ന ഭക്ഷണമാണ്. ഫ്ലഷ് ഫുഡ്, ഓർഗൻ മീറ്റ്, ഇത്തരത്തിൽ ഈ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഫാറ്റ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ബോഡി ബിൽഡിംഗ് ഫുഡിൽ. അതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ബോഡി ബിൽഡിംഗ് ഫുഡിൽ എന്തൊക്കെയാണ് വരുന്നത്? അതിൽ വരുന്നത് പ്രോട്ടീനാണ് വരുന്നത്. പ്രധാനമായിട്ടും ബോഡി ബിൽഡിങ്ങിന് നമുക്ക് സഹായമാകുന്നത് പ്രോട്ടീനാണ്. അപ്പോൾ ആ പ്രോട്ടീൻ നമുക്ക് ഏതൊക്കെ ടൈപ്പിൽ നിന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്? 2 ടൈപ്പാണ് വരുന്നത്. അനിമൽ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾ പ്രോട്ടീൻ ഉണ്ട്. അനിമൽ പ്രോട്ടീനിൽ വരുന്നത് എഗ്ഗ്, മിൽക്ക്, മീറ്റ്, ചിക്കൻ, അതുപോലെ തന്നെ ഫിഷ്, ഇതെല്ലാം അനിമൽ പ്രോട്ടീനിൽ വരുന്നതാണ്. ഇനി വെജിറ്റബിൾ പ്രോട്ടീനിലേക്ക് പോകുമ്പോൾ റൈസ്, വീറ്റ്, മെയ്സ്, ഇതെല്ലാം വെജിറ്റബിൾ പ്രോട്ടീനാണ്. അപ്പം ബോഡി ബിൽഡിങ്ങിന് സഹായമാകുന്ന ഫുഡാണ് പ്രോട്ടീൻ വിഭാഗത്തിൽ വരുന്നത്. പ്രോട്ടീനാണ് ബോഡി ബിൽഡിങ്ങിന് സഹായമാകുന്നത്. അത് നമുക്ക് ലഭിക്കുന്നത് 2 ടൈപ്പാണ്. അനിമൽ പ്രോട്ടീനും ഉണ്ട്, അതുപോലെ തന്നെ
വെജിറ്റബിൾ പ്രോട്ടീൻ ഉണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ലിസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് പ്രൊട്ടക്റ്റീവ് ഫുഡാണ്. ന്യൂട്രിയൻസിൽ വരുന്നത് പ്രൊട്ടക്റ്റീവ് ഫുഡാണ്. പ്രൊട്ടക്റ്റീവ് ഫുഡിലാണ് വിറ്റാമിനും മിനറൽസും ഉൾപ്പെടുന്നത്. പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്നാണ് അതിന് പറയുന്നത്, വിറ്റാമിൻസും അതേപോലെ തന്നെ മിനറൽസും. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഈ പ്രോട്ടീനും അതേപോലെ തന്നെ ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചു. ഈ മാക്രോ ന്യൂട്രിയൻസിൽ പഠിച്ചു പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്. ഇതിനൊക്കെ ഒരു ഡെയിലി ഇൻടേക്ക് ഉണ്ട്, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ട്. എത്രയാണ് പ്രോട്ടീൻ? എത്രയാണ് ഡെയിലി ഇൻടേക്ക് വരുന്നത്? 10 to 15% ആണ് ആവറേജ് നോർമൽ ഡെയിലി ഇൻടേക്ക് വരുന്നത്. നോർമലാണ് അത്. അതിന് ഇനി കുറച്ചുകൂടി പോയിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി പറയാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോർമൽ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഡെയിലി 10 to 15% ആണ്. 10 മുതൽ 15% നമുക്ക് ഡെയിലി ഇൻടേക്കായിട്ട് പ്രോട്ടീൻ ആവശ്യമുള്ളത്. ഇനി ഫാറ്റ് വരുമ്പോൾ അതിന് ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്നത് 15 to 30% ആണ്. 15 മുതൽ 30% ഫാറ്റ് ഉൾപ്പെടുത്തേണ്ടത്. കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്തേണ്ടത് 50 മുതൽ 80% വരെയാണ് ഡെയിലി ഇൻടേക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ റെക്കമെൻഡേഷനാണ് പറയുന്നത്. പ്രോട്ടീൻ 10 to 15, അതേപോലെ തന്നെ ഫാറ്റ് വരുന്നത് 15 to 30%, കാർബോഹൈഡ്രേറ്റ് വരുന്നത് ഡെയിലി ഇൻടേക്ക് വരുന്നത് 50 to 80%. 50 മുതൽ 80% വരെ കാർബോഹൈഡ്രേറ്റും ഡെയിലി ഇൻടേക്കിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പഠിച്ചു. ഈ ന്യൂട്രിയൻസിൻ്റെ ഒറിജിൻ അതായത് എവിടെ നിന്നാണ് ലഭ്യമാകുന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പ്രോട്ടീനുകളെ കുറിച്ച് പഠിക്കാം. എന്താണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചല്ലോ, നേരത്തെ പറഞ്ഞു ഈ മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്നതാണ് പ്രോട്ടീൻസ്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ ആർ നൈട്രജൻ കണ്ടെയ്നിങ് യൂണിറ്റ്സ് കാൾഡ് അമിനോ ആസിഡ്. അമിനോ ആസിഡുകളാണ് പ്രോട്ടീനിലെ പ്രധാന ഘടകം. പ്രോട്ടീൻ്റെ ഏറ്റവും പ്രധാന ഘടകം വരുന്നത് അമിനോ ആസിഡുകളാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോട്ടീനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ്. അത് അമിനോ ആസിഡിനാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ അമിനോ ആസിഡ് എന്താണെന്ന് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അത് ആർ ജോയിൻഡ് ഓർ ലിങ്ക്ഡ് ടുഗദർ ഇൻ ചെയിൻസ് ബൈ ലിങ്കേജ് കാൾഡ് പെപ്റ്റിഡ് ലിങ്കേജ്. ഈ പോയിന്റ് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അമിനോ ആസിഡിൻ്റെ ലിങ്ക്ഡ് ടുഗദർ ഇൻ ചെയിൻ ബൈ ലിങ്കേജസ് കാൾഡ് പെപ്റ്റൈഡ് ലിങ്കേജസ് എന്ന് കൃത്യമായിട്ട് പഠിച്ചു പോകണം. അമിനോ ആസിഡിൻ്റെ ആ ഭാഗത്ത് വരുന്ന ഒരു ചോദ്യമാണ് പെപ്റ്റിഡ് ലിങ്കേജ് എന്താണെന്നില്ല. അമിനോ ആസിഡ്സ് ആർ ജോയിൻഡ് അല്ലെങ്കിൽ ഓർ ലിങ്ക്ഡ് ടുഗദർ ഇൻ ചെയിൻ ബൈ ലിങ്കേജ്. അത് ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ചെയിൻ മാതൃകയെ പറയുന്നതാണ്, അതിന് വിളിക്കുന്നതാണ് പെപ്റ്റൈഡ് ലിങ്കേജസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ ഘടകം എന്ന് പറയുന്നത് അമിനോ ആസിഡുകളാണ്. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ഫുഡ് ക്യാൻ ആൾമോസ്റ്റ് മെനി വെറൈറ്റി ഓഫ് പ്രോട്ടീൻസ് ആൻഡ് നോ ടു പ്രോട്ടീൻസ് ഹാവ് സിമിലർ സ്ട്രക്ചർ. പ്രോട്ടീനുകളുടെ അതിൻ്റെ പ്രത്യേകത ആണ്, രണ്ട് പ്രോട്ടീനുകളും ഒരിക്കലും ഒരേ സ്വഭാവ ഗുണമുള്ള പ്രോട്ടീനുകളും ഉണ്ടാവില്ല. ഇത് പറയുന്നത് നോ ടു പ്രോട്ടീൻസ് ഹാവ് സിമിലർ സ്ട്രക്ചർ, ഒരേ തരത്തിലുള്ള രണ്ട് പ്രോട്ടീനുകൾ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് അമിനോ ആസിഡുകളാണ്. ഓക്കെ, അമിനോ ആസിഡുകൾ 20 ടൈപ്പാണ് അമിനോ ആസിഡുകൾ ഉള്ളത്. 20 ടൈപ്പാണ് അമിനോ ആസിഡുകൾ ഉള്ളത്. അത് രണ്ട് തരത്തിൽ തന്നെ നമുക്ക് തരംതിരിക്കാം. എസൻഷ്യൽ അമിനോ ആസിഡും അതേപോലെ തന്നെ നോൺ എസൻഷ്യൽ അമിനോ ആസിഡുകളും. ഓക്കെ, അപ്പോൾ എസൻഷ്യൽ അമിനോ ആസിഡുകൾ ഏതൊക്കെയാണ്? അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ നമ്പേഴ്സ് ഓർത്ത് വെക്കണം. എസൻഷ്യൽ അമിനോ ആസിഡ് 9 എസൻഷ്യൽ അമിനോ ആസിഡുകളും നോൺ എസൻഷ്യൽ വരുന്നത് 11 നോൺ എസൻഷ്യൽ അമിനോ ആസിഡുകളാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പം എസൻഷ്യൽ അമിനോ ആസിഡ് 9 എണ്ണം, ടോട്ടൽ വരുന്നത് 20 എണ്ണമാണ് അമിനോ ആസിഡ് വരുന്നത്. അതിൽ എസൻഷ്യൽ അമിനോ ആസിഡ്സ് വരുന്നത് 9 എണ്ണവും നോൺ എസൻഷ്യൽ വരുന്നത് 11 അമിനോ ആസിഡുകളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പേരുകളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിനകത്ത് ഈ ഭാഗത്ത് നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രോട്ടീൻ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ലഭ്യമാവുന്നത്? ഒബ്റ്റൈൻഡ് ഫ്രം ബോത്ത് അനിമൽ ആൻഡ് പ്ലാന്റ് ഫുഡ്. സസ്യാഹാരത്തിൽ നിന്നും പ്രോട്ടീൻ ലഭിക്കുന്നുണ്ട്, മാംസാഹാരത്തിൽ നിന്നും നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ദി പ്രോട്ടീൻ ഇൻ അനിമൽ ഫുഡ് ആർ ഗുഡ് ക്വാളിറ്റി.
മാംസാഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ പ്രോട്ടീനുകൾക്കാണ് നല്ല ക്വാളിറ്റി ഉള്ളത്. ഗുണപ്രദമായിട്ടുള്ള പ്രോട്ടീൻ ലഭിക്കുന്നത് മാംസാഹാരത്തിൽ നിന്നാണ്. എന്നിരുന്നാലും ബിക്കോസ് ദേ കണ്ടെയ്ൻ ആൾ എസെൻഷ്യൽ അമിനോ ആസിഡ് ഇൻ ദി റിക്വയർഡ് എമൗണ്ട് ആൻഡ് പ്രൊപ്പോർഷൻസ്. അതാ പറയുന്നത്, നമുക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകളെല്ലാം ഈ മാംസാഹാരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്, ആ പ്രോട്ടീനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇൻ അതർ ഹാൻഡ് ദി പ്രോട്ടീൻ ഇൻ പ്ലാന്റ് ഫുഡ് ജനറലി ലാക്ക് 1 or 2 എസെൻഷ്യൽ അമിനോ ആസിഡ്, therefore they are not a good quality. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ആനിമൽ ഫുഡ്സിൽ ലഭിക്കുന്ന പ്രോട്ടീനാണ് നല്ല ക്വാളിറ്റി ഉള്ളത്. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകളെല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്, നല്ല കറക്റ്റ് പ്രൊപ്പോർഷനിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. എന്നാൽ പ്ലാന്റ് ഫുഡിൽ ആ ഒരു ക്വാളിറ്റി വളരെ ലോ ക്വാളിറ്റിയാണ് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത്. അപ്പോൾ പ്രോട്ടീൻ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ലഭ്യമാകുന്നത്? ആനിമൽ ഫുഡ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, അതേപോലെ തന്നെ പ്ലാന്റ് ഫുഡ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആനിമൽ ഫുഡ്സിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീനാണ് നല്ല ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ എസെൻഷ്യൽ ആസിഡും അതിൻ്റെ കറക്റ്റ് എമൗണ്ട് ആ പ്രൊപ്പോർഷനിൽ അതിന് ലഭ്യമാണ്. എന്നാൽ പ്ലാന്റ് ഫുഡിൽ നിന്ന് ലഭിക്കുന്ന, സസ്യാഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീനിൽ അതിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ ഫംഗ്ഷനിലേക്ക് പോകാം. എന്താണ് പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ, എന്തൊക്കെയാണ്? ഒന്ന് ഫസ്റ്റിലെ നമ്മൾ ആദ്യമേ പറഞ്ഞു, ബോഡി ബിൽഡിംഗ് ഫുഡിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് ബോഡി ബിൽഡിംഗ് ഫംഗ്ഷനായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബോഡി ടിഷ്യൂ. നമ്മുടെ ബോഡി ടിഷ്യൂകളിൽ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് റിപ്പയർ ചെയ്യുന്നതും, അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം ചെയ്യുന്നതും പ്രോട്ടീൻ ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനിലത്തെ ഒന്നാണ്. ഇനി അതേപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിനെ മെയിൻ്റനൻസ് ചെയ്യുന്നതും പ്രോട്ടീനുകളാണ്. അപ്പോൾ പ്രോട്ടീനിൻ്റെ ഫംഗ്ഷൻസ് ഒന്നുകൂടെ പറയാം. ഒന്ന് ഫസ്റ്റിൽ വരുന്നത് ബോഡി ബിൽഡിംഗ്, രണ്ടാമത് വരുന്നത് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബോഡി ടിഷ്യൂസ്, അടുത്ത് വരുന്നത് മെയിൻ്റനൻസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് വരുന്നത്, പ്രോട്ടീൻ്റെ ഫങ്ഷൻസ് വരുന്നത്. ഇനി അടുത്ത് വരുന്നത് സിന്തസിസ് ഓഫ് സെർട്ടൻ സബ്സ്റ്റൻസ് ലൈക്ക് ആൻറ്റിബോഡീസ്, പ്ലാസ്മ പ്രോട്ടീൻ, ഹീമോഗ്ലോബിൻ, എൻസൈംസ്, ഹോർമോൺസ് ആൻഡ് കോയാഗുലേഷൻ ഫാക്ടേഴ്സ്. പ്രോട്ടീൻ്റെ ഫംഗ്ഷനിൽ അടുത്ത് വരുന്നതാണ് സിന്തസിസ് നടക്കുന്നത്. സിന്തസിസ് ഓഫ് സെർട്ടൻ സബ്സ്റ്റൻസ് ലൈക്ക്, ഇത് നോട്ട് ചെയ്ത് പോകണം. ആൻറ്റിബോഡീസിന് സിന്തസൈസ് ചെയ്യുന്നുണ്ട്, പ്ലാസ്മ പ്രോട്ടീനെ ചെയ്യുന്നുണ്ട്, ഹീമോഗ്ലോബിനെ ചെയ്യുന്നുണ്ട്, എൻസൈമിനെ ചെയ്യുന്നുണ്ട്, ഹോർമോൺസ് ആൻഡ് കോയാഗുലേഷൻ ഫാക്ടേഴ്സ്, ഇതിനെല്ലാം സിന്തസിസ് ചെയ്യുന്നതും പ്രോട്ടീനുകളാണ്. ഓക്കെ, അപ്പം പ്രോട്ടീനുകളെ കുറിച്ച് വളരെ ചെറിയ പോയിന്റുകളേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റുകളേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ ഡെയിലി റിക്വയർമെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ICMR അതിൻ്റെ റെക്കമെൻഡേഷൻ പറഞ്ഞിരിക്കുന്നത് 0.83 gram പ്രോട്ടീൻ പെർ കിലോ ബോഡി വെയിറ്റ് ആണ് ICMR അതിൻ്റെ റിക്വയർമെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അത് ആ വാല്യൂ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം. ICMR റെക്കമെൻഡഡ് 0.83 gram പ്രോട്ടീൻ പെർ കിലോഗ്രാം ബോഡി വെയിറ്റിലേക്കാണ് പ്രോട്ടീൻ റിക്വയർമെൻറ്റ് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ പ്രോട്ടീനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചെറിയ വീഡിയോ ആണ്, ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നത്. സംശയങ്ങളുണ്ടെങ്കിൽ തുടക്കം മുതലേ പഠിച്ച സംശയങ്ങളുണ്ടെങ്കിൽ അതാത് സമയങ്ങളിൽ ചോദിക്കുക. വളരെ ഇതേപോലെ ഇനിയിപ്പോൾ പ്രോട്ടീൻ കഴിഞ്ഞു, ഇനി കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, വിറ്റാമിൻസ് ഉണ്ട്. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള വീഡിയോസ് വഴി നമുക്ക് ഈ പോർഷൻ വളരെ പെട്ടെന്ന് തന്നെ എടുത്തു തീർക്കാം. ഓക്കെ, താങ്ക് യു.